നമസ്കാരം. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ CJ റോയിയുടെ മരണം ബിസിനസ് ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. CJ റോയിയുടെ മരണത്തിന് പിന്നാലെ ആദായനികുതി വകുപ്പിനെതിരെ കടുത്ത ആരോപണങ്ങളുമായിട്ടാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് രംഗത്തെത്തിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ റോയിയുടെ മേൽ കടുത്ത മാനസിക സമ്മർദ്ദം ചെലുത്തിയെന്നും അറസ്റ്റ് ഭീഷണി മുഴക്കിയെന്നും കമ്പനി ലീഗൽ അഡ്വൈസർ പ്രകാശ് ആരോപിക്കുന്നു. റോയി അറസ്റ്റിനെ ഭയന്നിരുന്നതായി ജീവനക്കാരും മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ ഉദ്യോഗസ്ഥർ നിഷേധിക്കുകയാണ്. പരിശോധന തികച്ചും സൗഹാർദ്ദപരമായിരുന്നുവെന്നും വാക്കുതർക്കങ്ങൾ പോലും ഉണ്ടായിട്ടില്ലെന്നാണ് അവരുടെ വാദം. പ്രൊഹിബിലിറ്റി ഓർഡർ ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള സാധാരണ നടപടിക്രമങ്ങൾ മാത്രമാണ് നടന്നതെന്നും കടുത്ത നിയന്ത്രണങ്ങൾ ഇല്ലാതിരുന്നതിനാലാണ് അദ്ദേഹത്തെ മറ്റൊരു ഓഫീസിലേക്ക് പോകാൻ അനുവദിച്ചതെന്നും അവർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഡിസംബറിൽ രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കപ്പെടുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റോയിയുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു. അന്ന് അദ്ദേഹം രാജ്യത്തില്ലാത്തതിനാൽ ചില മുറികൾ സീൽ ചെയ്തിരുന്നു. ഈ സീല് നീക്കി പരിശോധന പൂർത്തിയാക്കാനാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ പരിശോധന നടത്തുന്നതിനെതിരെ റോയി കർണാടക ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കോടതി ഈ സ്റ്റേ നീക്കിയതോടെയാണ് ഉദ്യോഗസ്ഥർ വീണ്ടും എത്തിയത്. നേരത്തെ നടത്തിയ പ്രധാന സെർച്ചിന്റെ ബാക്കി നടപടിക്കായിട്ടാണ് ഉദ്യോഗസ്ഥർ എത്തിയതെന്ന് വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. ഇത്തരം പരിശോധനകളിൽ അറസ്റ്റിനുള്ള സാഹചര്യമില്ല. പരിശോധനയ്ക്കിടെ വാക്കുതർക്കമോ ശബ്ദമുയർത്തിയുള്ള സംസാരം പോലുമോ സംഭവിച്ചിട്ടില്ലെന്നും ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ പറയുന്നു. പരിശോധന നടക്കുന്ന സ്ഥലത്ത് നിന്ന് കോൺസുൽ ഓഫീസിലേക്ക് പോകാൻ റോയിയെ ഉദ്യോഗസ്ഥർ അനുവദിച്ചു എന്നതിൽ നിന്ന് അവിടെ കടുത്ത നിയന്ത്രണമില്ലായിരുന്നു എന്നത് വ്യക്തമാണെന്നും അവർ പറയുന്നു. അശോക് നഗറിലെ ഹുസൂർ റോഡിലാണ് ഓഫീസ്. സ്ലോവാക്യയുടെ ഓണററി കോൺസുൽ ആയിരുന്ന റോയിക്ക് കമ്പനി ഓഫീസ് കെട്ടിടത്തിൽ തന്നെ കോൺസുൽ ഓഫീസും ഉണ്ടായിരുന്നു. ആദായ നികുതി നിയമഭാഷയിൽ പ്രൊഹിബിലിറ്റി ഓർഡർ ലിഫ്റ്റ് ചെയ്യുക, സെർച്ച് പൂർത്തിയാക്കുക എന്ന നടപടിക്കായിട്ടാണ് ഉദ്യോഗസ്ഥർ റോയിയുടെ ഓഫീസിൽ എത്തിയത്. ആദായ നികുതി നിയമം അനുസരിച്ച് നേരത്തെ പരിശോധനയ്ക്ക് എടുക്കാനാവാതിരുന്ന രേഖകളുണ്ടെങ്കിൽ അവ ഉൾപ്പെടുന്ന സ്ഥലം സീൽ ചെയ്യും. അതിന് പ്രൊഹിബിറ്ററി ഓർഡർ ബാധകമാകും. ഈ ഓർഡർ നീക്കി സീൽ മാറ്റി രേഖകളെടുത്ത് പരിശോധിക്കുന്ന നടപടി പുരോഗമിക്കുകയായിരുന്നു. ഇങ്ങനെ സെർച്ച് പൂർത്തിയാക്കുന്നതിന് ഉദ്യോഗസ്ഥർ എത്തുന്നത് മുൻകൂട്ടി അറിയിച്ചിട്ടാണ്. പരിശോധിക്കുന്ന രേഖകൾ ഉദ്യോഗസ്ഥർ കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ പട്ടിക ഉണ്ടാക്കാനും അത് സംബന്ധിച്ച വിവരം കക്ഷിയെ അറിയിക്കാനും അടക്കം കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ഇങ്ങനെയാണ് അവരുടെ വാദം. അതേസമയം ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാവാം റോയ് ജീവനൊടുക്കിയതെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരള മാനേജർ അബിൽ പ്രതികരിച്ചു. ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടന്നിരുന്നതായി അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷം ഈ മാസം 12-ന് നടത്താനിരിക്കുകയായിരുന്നു. ആദായ വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. വളരെ സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു CJ റോയ്. താനൊക്കെ റോൾ മോഡലായി കണ്ടിരുന്ന വ്യക്തിയാണ് റോയ് എന്നും അബിൻ പ്രതികരിച്ചു. CJ റോയ്ക്കെതിരെ 1.5 മാസം മുൻപാണ് ആദായ നികുതി വകുപ്പ് അന്വേഷണം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ബംഗളൂരുവിലുള്ള പ്രമുഖ ബിൽഡർമാരുടെ വീടുകളിലും ഓഫീസുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവരുടെ കള്ളപ്പണം ബിൽഡർമാർ വഴി എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം. 3 ദിവസം മുൻപും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് എത്തിയിരുന്നു. അന്നും രേഖകൾ പരിശോധിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് ബംഗളൂരുവിൽ പരിശോധന നടത്താൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം കോടതിയെ സമീപിക്കുന്നതും സ്റ്റേ സമ്പാദിക്കുന്നതും. എന്നാൽ ഇതാണ് പിന്നീട് കോടതി തന്നെ പിൻവലിച്ചത്. അതേസമയം വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഓഫീസിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും.